ട്രെയിനും ബസ്സും മാറി മാറി വല്ലാണ്ട് അലഞ്ഞു തിരിഞ്ഞ് നടക്കാനൊന്നും പറ്റില്ല. പക്ഷെ ട്രിപ്പ് എവിടെയെങ്കിലും പോകണമെന്നുണ്ട്. അങ്ങനെയൊക്കെ ചിന്തിക്കുന്നവർക്ക് എളുപ്പത്തിൽ പോയി വരാൻ പറ്റിയ ഒരു 1 ഡേ ട്രിപ്പ് പ്ലാൻ ആണ് കേട്ടോ ബേക്കൽ ഫോർട്ട്. നമ്മുടെ കേരളത്തിന്റെ ഏറ്റവും വടക്കേറ്റത്തെ ജില്ലയായിട്ടുള്ള കാസർഗോഡിലെ മെയിൻ വിനോദസഞ്ചാര കേന്ദ്രം കൂടിയാണ് ഈ ബേക്കൽ ഫോർട്ട്. തൃശ്ശൂരിൽ നിന്ന് പുലർച്ചെ 1:30 പുറപ്പെടുന്ന മലബാർ എക്സ്പ്രസ്സിലാണ് നമ്മൾ ബേക്കൽ ഫോർട്ടിലേക്ക് പോയത്. സ്ലീപ്പറിന് ഒരാൾക്ക് 205 രൂപയാണ് ടിക്കറ്റ് റേറ്റ് വരുന്നത്. വല്ലാണ്ട് ഇൻഫ്രാസ്ട്രക്ചർ ഒന്നും ഇല്ലെങ്കിലും ബേക്കൽ ഫോർട്ട് റെയിൽവേ സ്റ്റേഷന് എടുത്തു പറയേണ്ട കാര്യം അവിടുത്തെ വെയിറ്റിംഗ് റൂമിനെ പറ്റിയാണ്. അവിടുത്തെ വെയിറ്റിംഗ് റൂം നല്ല ക്ലീൻ ആയിട്ട് മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോകുന്നുണ്ട്. നമുക്ക് കുളിക്കാനും ഫ്രഷപ്പ് ആവാനും ഒക്കെ നല്ല സൗകര്യം അവിടെ ഉണ്ട്. അവിടുന്ന് ഫ്രഷ് ആയിട്ട് പിന്നെ ലൈറ്റായിട്ട് ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചിട്ട് നടന്നാണ് ഞങ്ങൾ ബേക്കൽ ഫോർട്ടിക്ക് പോണത്. കാസർഗോഡ് ഫസ്റ്റ് ടൈം ആയതുകൊണ്ട് തന്നെ ഞങ്ങൾ നടന്ന് അവിടുത്തെ കാഴ്ചകളൊക്കെ കണ്ടാണ് ബേക്കൽ ഫോർട്ടിക്ക് എത്തിയത്. ഒരാൾക്ക് 25 രൂപയാണ് എൻട്രി ടിക്കറ്റ് വരുന്നത്. നല്ല ചൂടുള്ളതുകൊണ്ട് തന്നെ തൊപ്പിയും കുടയും വെള്ളമൊക്കെ കൈപിടിച്ചായിരുന്നു ഞങ്ങളുടെ നടത്തം. ഇനി ബേക്കൽ ഫോർട്ടിനെ പറ്റി പറയാനാണെങ്കിൽ കേരളത്തിലെ ഏറ്റവും വലിയ കോട്ടയാണിത്. പോരാത്തതിന് ഏഷ്യ വൻകരയിലെ പ്രധാനപ്പെട്ട കോട്ടകളിൽ ഒന്നാണിത്. 17-ാം നൂറ്റാണ്ടില് ഇക്കേരി വംശത്തിലെ ശിവപ്പാനായക് എന്ന് പറഞ്ഞ വ്യക്തിയാണ് ഈ കോട്ട നിർമ്മിച്ചത്. പിന്നീട് മലബാർ ആക്രമണത്തില് ടിപ്പു സുൽത്താൻ ഈ കോട്ട സ്വന്താക്കി. പിന്നീട് അദ്ദേഹത്തിന്റെ മരണശേഷം ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ കൈവശമായിരുന്നു ബേക്കൽ കോട്ട. ഇപ്പൊ ആർക്കിയോളജിക്കൽ സർവേ ആണ് ഇതിന്റെ മെയിൻ്റനൻസ് എല്ലാതും നടത്തി പോരുന്നത്. കടലിലേക്ക് ഇറങ്ങി നിൽക്കണ മെയിൻ വ്യൂ പോയിന്റിലാണ് നമ്മളിപ്പോ നിൽക്കുന്നത്. കടലിൽ നിന്നടിക്കണ ശക്തമായിട്ടുള്ള കാറ്റുള്ളതുകൊണ്ട് ചൂട് വല്ലാണ്ട് ഫീൽ ആവണില്ല. നല്ല കിടിലൻ വ്യൂ ആണ് ഇവിടെ നിന്നാ കിട്ടുക. പാലക്കാട് കോട്ടയടക്കം കേരളത്തിലെ കോട്ടകളെല്ലാം പണിതത് മറ്റുള്ള വിദേശികളുടെ കടന്നുവരവോടെയാണ്. എന്നാൽ ബേക്കൽ കോട്ട തദ്ദേശീയമായിട്ടുള്ള അറിവിലാണ് പണികഴിപ്പിച്ചിരിക്കുന്നത്. അത് തന്നെ ബേക്കൽ കോട്ടയെ മറ്റുള്ളവരിൽ നിന്നും വ്യത്യസ്തമാക്കുന്നതാണ്. കടലിനോട് ചേർന്ന് അടുത്ത വ്യൂ പോയിന്റിൽ എത്താനായിട്ട് നടപ്പാതയൊക്കെ സെറ്റാക്കിയിട്ടുള്ള നിർമ്മാണമാണ് ഈ കോട്ടയുടേത്. ഓരോ വാച്ച് ടവറും ഒരു കേടുപാടും കൂടാണ്ട് ഇത്ര കൊല്ലം അതിജീവിച്ചു എന്ന് ഓർത്താൽ മനസ്സിലാവില്ല ഇതിന്റെ നിർമ്മാണ വൈദഗ്ധ്യം. ഇനിയും ഇവിടെ വാച്ച് ടവർ ഒക്കെ നിർമ്മിക്കാൻ പ്ലാൻ ഉണ്ടായിന്ന് തോന്നുന്നു. ഇൻകംപ്ലീറ്റ് ആയിട്ട് കുറെ സ്ട്രക്ചേഴ്സ് നമുക്ക് ഇവിടെ കാണാൻ പറ്റും. ഇതാണ് മെയിൻ വാച്ച് ടവർ. ഏറ്റവും ഹൈറ്റ് ഉള്ള ടവർ കോട്ടയുടെ സെൻട്രൽ ആയിട്ടാണ് നമുക്ക് കാണാൻ പറ്റുക. അവിടേക്ക് കയറാനായിട്ട് സ്ലോപ്പ് ആയിട്ടുള്ള കവാടം മാത്രമേ ഉള്ളൂ. ആയുധങ്ങൾ തള്ളി കയറ്റാനുള്ള എളുപ്പത്തിനായിട്ടാണ് ഇങ്ങനെ നിർമ്മിച്ചിരിക്കുന്നത്. ഈ വാച്ച് ടവറിന്റെ സെൻട്രൽ ഭാഗം ഒരു വലിയ ജലസംഭരണിയാണെന്ന് ആലോചിച്ച് നോക്കിയേ. എന്തൊരു അതിശയമുള്ള കാര്യമാണ് അല്ലെ. ഈ മെയിൻ വാച്ച് ടവറിൽ നിന്നാല് നമുക്ക് ബാക്കിയുള്ള വാച്ച് ടവറിനുള്ള മൊത്തത്തിലുള്ള വ്യൂവും കടലിന്റെ വ്യൂ ഒക്കെ നമുക്ക് നല്ല രസമായിട്ട് കാണാൻ പറ്റും. നമ്മളെ കോട്ടയുടെ ഫസ്റ്റ് എൻട്രി കയറുമ്പോൾ തന്നെ കാണാൻ പറ്റുന്നത് ഒരു ഹനുമാൻ ക്ഷേത്രമാണ്. അതുകൂടാണ്ട് ബേക്കൽ കോട്ടയിൽ നിന്ന് കുറച്ച് മാറിയാൽ ടിപ്പു സുൽത്താൻ പണിതിട്ടുള്ള പള്ളി നമുക്ക് കാണാൻ പറ്റും. കടലിലേക്കും മറ്റുള്ള തുരങ്കങ്ങളിലൊക്കെ കണക്റ്റ് ആയിട്ടുള്ള തുരങ്ക പാതകൾ നമുക്ക് കാണാൻ പറ്റും. ബേക്കൽ കോട്ടയിൽ നിന്ന് ഇറങ്ങി ഞങ്ങൾ നേരെ പോയത് ബേക്കൽ ബീച്ചിലേക്കാണ്. കോട്ടയുടെ അടുത്തായി തന്നെ ബീച്ചിൽ ഇറങ്ങാനുള്ള സൗകര്യമൊക്കെ ഉണ്ട്. അവിടെയും ഇറങ്ങി കുറെ നേരം കളിച്ച് സൺസെറ്റും കണ്ടിട്ടാണ് ഞങ്ങൾ റെയിൽവേ സ്റ്റേഷനിലേക്ക് തിരിച്ചു പോയത്. അന്നേ ദിവസം രാത്രി 7:30 മലബാർ എക്സ്പ്രസ്സിൽ കയറി പുലർച്ചെ 5 മണിയോടെ ഞങ്ങൾ തൃശ്ശൂരിക്ക് തിരിച്ചിറങ്ങി.